Today, we present something deeply moving and thought-provoking, a dance that portrays the sorrow and resilience of the human spirit. This is the Wagon Tragedy Dance Performance. This performance will capture the essence of this tragedy, not just through movement, but through the power of emotion, music, and expression. It's a journey into history, pain, and ultimately hope. Let us welcome the talented performers as they bring to life this intense and emotional Wagon Tragedy Dance Performance. ലോകമഹായുദ്ധശേഷം ഉടലെടുത്ത ബ്രിട്ടീഷ് വിരുദ്ധ ഖിലാഫത്ത് പ്രസ്ഥാനം മലബാറിലെ മുസ്ലിങ്ങളിൽ വലിയ സ്വാധീനമുണ്ടാക്കിയിരുന്നു. ജന്മിമാരുടെ കയ്യേറ്റങ്ങളും ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരുടെ അതിക്രമങ്ങളും കാരണം മലബാറിലെ മുസ്ലിങ്ങൾ ഏറെ പീഡനങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അത്. അതിനിടയിൽ ഖിലാഫത്ത് നേതാക്കളായ യാക്കൂബ് ഹസൻ, കലന്തൻ നായർ തുടങ്ങിയവരെ അറസ്റ്റ് ചെയ്ത് ബ്രിട്ടീഷുകാർ ഖിലാഫത്ത് അണികളെ രോഷം കൊള്ളിച്ചു. ഇതോടെ മാപ്പിളമാർ ജന്മിമാർക്കെതിരെ ആഞ്ഞടിച്ചു. അത് ഹിന്ദു മുസ്ലിം സംഘടനകളായി ബ്രിട്ടീഷുകാർ വ്യാഖ്യാനിക്കുകയായിരുന്നു. പോലീസിൻ്റെ കയ്യേറ്റങ്ങളെ അവർ അക്രമം കൊണ്ട് നേരിട്ടു. ഇതോടെ പോലീസും പട്ടാളവും ന്യായീകരണമില്ലാത്ത വിധത്തിലുള്ള കടുത്ത നടപടികൾ ആരംഭിക്കാൻ തുടങ്ങി. അങ്ങനെ മലബാർ സമരം പരന്നു. മാപ്പിളമാരെ അടിച്ചമർത്താനുള്ള അവസരമാക്കി ബ്രിട്ടീഷ് ഗവൺമെൻറ് ഈ സമരങ്ങളെ ഉപയോഗപ്പെടുത്തി. മലബാർ സമരത്തോടനുബന്ധിച്ച് ബ്രിട്ടീഷ് ഭരണകൂടം നടത്തിയ ഏറ്റവും ക്രൂരമായ നരനായാട്ട് നടന്നത് 1921 നവംബർ 20 സമരത്തിൽ പങ്കെടുത്തു എന്നാരോപിച്ച് തദ്ദേശീയരെ രാജ്യദ്രോഹികളായി മുദ്രകുത്തി. അവരെ കൊടിയ പീഡനങ്ങൾക്ക് വിധേയമാക്കി. വിചാരണയോ വിധിയോ ഇല്ലാതെ അവരെ കൊല്ലുകയോ മർദ്ദിച്ചവശരാക്കുകയോ ചെയ്തു. അതിൽ ഏറ്റവും ക്രൂരത കാണിച്ച സംഭവമാണ് വാഗൺ കൂട്ടക്കൊല. ചരിത്രത്തിന്റെ ഭീമവയറിലും വർത്തമാനത്തിന്റെ മാർച്ചുമരിലും ചാരിത്രം നഷ്ടപ്പെടാത്ത ഉദാത്തമായ ചരിത്ര സത്യങ്ങൾ തെളിമയോടെ നിൽപ്പുണ്ട്. അക്ഷരഭൂമികയുടെ തിരുമുറ്റത്ത് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ട ചരിത്രത്തിലെ ഉണങ്ങാത്ത ഒരു മുറിവുണ്ട്. മനുഷ്യ മനസാക്ഷി ലജ്ജിച്ച് തല താഴ്ത്തിയ കിരാതമായ അരുംകൊല, ചരിത്രത്തിലെ വാഗൺ ട്രാജഡി. അല്ല, ഇതൊരു ട്രാജഡി അഥവാ ദുരന്തമല്ല, മൃഗീയമായ അരുംകൊലയാണ്. നവംബർ 19 ഇവാൻസ് എന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്റെ ഉത്തരവ് പ്രകാരം തിരൂർ സബ് ജയിലിൽ തടവുകാരെ കൊണ്ട് നിറഞ്ഞപ്പോൾ വിചാരണ പൂർത്തിയായ 100 സമരഭടന്മാരെ ബെല്ലാരി ജയിലിലേക്ക് അയക്കാൻ തീരുമാനിക്കുന്നു. ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സർജന്റ് ആൻഡ്രൂസിന്റെയും തിരൂർ ട്രെയിൻ ട്രാഫിക് ഇൻസ്പെക്ടർ റീവുവിന്റെയും നേതൃത്വത്തിലായിരുന്നു ഈ കിരാതകൃത്യം അരങ്ങേറിയത്. ടെലഗ്രാഫ് കയറ്റി അയക്കുവാനായി തിരൂരിലുണ്ടായിരുന്ന മദ്രാസ് ദക്ഷിണ മറാത്ത റെയിൽവേയുടെ LV 1711 എന്ന ചരക്കു വാഗണിൽ 97 മുസ്ലിങ്ങളും 3 ഹൈന്ദവരുമടങ്ങുന്ന 100 പേരെ കുത്തി നിറയ്ക്കുകയായിരുന്നു.
मोहन यूं कैसे मनाऊं, है कैसे मनाऊं। क्यों न बोले मुझसे मोहन, क्यों है रूठे रूठे मोहन, क्यों कैसे मनाऊं, है कैसे मनाऊं। പോത്തന്നൂരിൽ വെച്ച് വാഗൺ തുറന്നപ്പോൾ മൃഗീയമായ അരുംകൊലയുടെ ക്രൂരത ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരെ പോലും സ്തബ്ധരാക്കി. उन बिन कटे न रहना, उन बिन आवे न एक पल चैना, उन बिन जियूं तो कैसे मैं जियूं, हाय। അൻപത്തിയാറ് ധീര പോരാളികളുടെ മൃതദേഹങ്ങളുമായി ചരിത്രത്തിലെ നടുക്കുന്ന കൂട്ടക്കൊലയ്ക്ക് സാക്ഷിയായ വാഗൺ നമ്പർ LV 1711 തിരൂരിലേക്ക് മടങ്ങിയെത്തി. ബ്രിട്ടീഷ് ക്രൂരത താണ്ഡവമാടിയ മൂകതയിൽ മൃതദേഹങ്ങളുടെ ദുർഗന്ധം തിരൂരിന്റെ പരിസരങ്ങളിൽ നോവിന്റെ നീറ്റലായി പരക്കുന്നുണ്ടായിരുന്നു. चले है मोरा ये जिया, हाय। बहेरा भरे मोरे नैना, झरे मोरे नैना, मोरे नैना सुनेगा ही कहना, भरे मोरे नैना, बहेरा भरे मोरे